ആൻഡമാൻ നിക്കോബാറിലെ രണ്ടാമത്തെ ദിവസം ഞങ്ങൾ നേരെ പോയത് 2 ഐലൻഡ് കാണാനായിരുന്നു കേട്ടോ. ഒരു ഐലൻഡ് നോർത്ത് ബേ ഐലൻഡും രണ്ടാമത്തെ റോസ് ബേ ഐലൻഡും. ഇത് രണ്ടുമായിരുന്നു കാഴ്ചകൾ. അപ്പം നേരെ ഞങ്ങളൊരു പോർട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു. പോർട്ടിൽ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് 2 ചെറിയ ബോട്ടുകളിലായാണ് കേട്ടോ നമ്മൾ യാത്ര തിരിച്ചത്. അപ്പോൾ ആ പോർട്ടിൻ്റെ അടുത്തുള്ള സ്ഥലങ്ങളാണ് ഭയങ്കര ഭംഗിയായിട്ട് ഉള്ള സ്ഥലങ്ങളായിരുന്നു. നമുക്ക് പുറത്ത് പോയൊരു ഫീലായിരുന്നു കേട്ടോ അപ്പോൾ ഉണ്ടായിരുന്നത്. ഒരുപാട് ട്രാവൽ ചെയ്ത് ഓൾമോസ്റ്റ് 1 അവർ ട്രാവൽ ചെയ്താണ് ഞങ്ങൾ റോസ് ഐലൻഡ് എത്തിയത്. റോസ് ഐലൻഡിന് ശേഷം ഞങ്ങൾ അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് വാട്ടർ ആക്ടിവിറ്റീസൊക്കെ ചെയ്തിട്ട് നേരെ നമ്മൾ നോർത്ത് ബേ ഐലൻഡിലാണ് പോയത്. അവിടെ എന്തായിരുന്നു എന്ന് വെച്ചാൽ കുറേ മാനുകളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വഴിയെ കാണാം ഗൈസ്. ഇന്ത്യയിലെ ഏറ്റവും മനോഹരവും പ്രകൃതി സൗന്ദര്യം നിറഞ്ഞതുമായ ദ്വീപസമൂഹങ്ങളിലൊന്നാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ. ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഈ ദ്വീപുകൾ നീല നിറമുള്ള സുതാര്യമായ കടൽ, വെളുത്ത മണൽ തീരങ്ങൾ, പച്ചപ്പാർന്ന വനങ്ങൾ എന്നിവ കൊണ്ട് പ്രശസ്തമാണ്. പോർട്ടിലെത്തുമ്പോൾ അവിടെ നിന്ന് ചെറിയ ബോട്ടിലേക്ക് മാറിയാണ് അടുത്ത യാത്ര. ചെറിയ ബോട്ടിൽ കയറുന്ന നിമിഷം മുതൽ തന്നെ സാഹസികതയും ആവേശവും നിറഞ്ഞ അനുഭവമാണ്. തിരമാലകളെ ചീന്തി ബോട്ട് മുന്നേറുമ്പോൾ വെള്ളത്തിൻ്റെ തുള്ളികൾ മുഖത്ത് പതിക്കുന്ന അനുഭവം യാത്രയെ കൂടുതൽ ജീവനുള്ളതാക്കുന്നു. ഇങ്ങനെ കടലിൻ്റെ സൗന്ദര്യം ആസ്വദിച്ച് ബോട്ടിലൂടെ സഞ്ചരിച്ചാൽ ശാന്തവും മനോഹരമായ റോസ് ബേ ഐലൻഡ് മുന്നിൽ തെളിയും. തിരക്കുകളിൽ നിന്ന് അകലെയുള്ള ഈ ദ്വീപ് സുതാര്യമായ കടൽ ജലം, ശാന്തമായ അന്തരീക്ഷം, പ്രകൃതിയുടെ നിസ്സംഗ സൗന്ദര്യം എന്നിവ കൊണ്ട് യാത്രക്കാരെ ആകർഷിക്കുന്നു. നോർത്ത് ബേ ഐലൻഡ് ആൻഡമാൻ ദ്വീപ സമൂഹത്തിലെ ഏറ്റവും പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നാണ്. പോർട്ട് ബ്ലെയറിൽ നിന്ന് ബോട്ടിൽ ഏകദേശം 30 to 40 മിനിറ്റിൽ എത്തിച്ചേരാവുന്ന ഈ ദ്വീപ് സുതാര്യമായ നീലക്കടൽ, വർണ്ണാഭമായ കോറൽ റീഫുകൾ, സമുദ്രജീവികൾ എന്നിവ കൊണ്ട് പ്രശസ്തമാണ്. ഇവിടുത്തെ പ്രധാന ആകർഷണം വാട്ടർ സ്പോർട്സാണ്. സ്കൂബ ഡൈവിംഗ്, സീ വാക്കിംഗ്, സ്നോർക്കലിംഗ്, ഗ്ലാസ് ബോട്ട് റൈഡ് തുടങ്ങിയ പ്രവർത്തനങ്ങളിലൂടെ കടലിൻ്റെ അടിയിലെ അത്ഭുത ലോകം നേരിൽ കാണാൻ കഴിയും. ആദ്യമായി ഡൈവിംഗ് ചെയ്യുന്നവർക്കും സുരക്ഷിതമായി ആസ്വദിക്കാവുന്ന രീതിയിൽ പരിശീലകരുടെ സഹായം ഇവിടെ ലഭ്യമാണ്. കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള ലൈറ്റ് ഹൗസിലൊന്നായ നോർത്ത് ബേ ലൈറ്റ് ഹൗസ് ഈ പ്രദേശത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്. ശാന്തമായ അന്തരീക്ഷവും പ്രകൃതി സൗന്ദര്യവും ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നോർത്ത് ബേ ഐലൻഡ് ഒരു മികച്ച തിരഞ്ഞെടുപ്പാണ്. റോസ് ഐലൻഡ് ആൻഡമാൻ ദ്വീപസമൂഹത്തിലെ ഏറ്റവും പ്രശസ്തമായ ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങളിലൊന്നാണ്. ബ്രിട്ടീഷ് ഭരണകാലത്ത് ആൻഡമാനിലെ ഭരണകേന്ദ്രമായിരുന്ന ഈ ദ്വീപ് ഇന്ന് ചരിത്രത്തിൻ്റെ നിശബ്ദ സാക്ഷിയായി നിലകൊള്ളുന്നു. ഈ ദ്വീപ് ചരിത്ര പ്രാധാന്യമുള്ള കെട്ടിടങ്ങൾ, പൊളിഞ്ഞ പഴയ ജയിലുകൾ, പഴയ ചർച്ചുകൾ, ബ്രിട്ടീഷ് ഭരണകൂടത്തിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾ എന്നിവ കൊണ്ട് പ്രശസ്തമാണ്. ഒരു കാലത്ത് സജീവമായിരുന്ന ഈ കെട്ടിടങ്ങൾ ഇന്ന് പച്ചപ്പും വേരുകളും പടർന്ന് പിടിച്ച നിലയിൽ കാണപ്പെടുന്നു. പ്രകൃതിയും കാലവും ചേർന്ന് ഈ കെട്ടിടങ്ങളെ പതുക്കെ സ്വന്തമാക്കിയതുപോലെ തോന്നിക്കും. ഇംഗ്ലീഷ് ഉദ്യോഗസ്ഥർ താമസിച്ചിരുന്ന വീടുകൾ, ഓഫീസുകൾ, ഗോഡൌണുകൾ കൂടാതെ പഴയ ജയിലുകളുടെ അവശിഷ്ടങ്ങളായവ നമുക്കിവിടെ കാണാം. ഈ ദ്വീപിലെ നടപ്പാതകളിലൂടെ നടക്കുമ്പോൾ ഒരു കാലഘട്ടത്തിൻ്റെ കഥകൾ മനസ്സിൽ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നു. പഴയ ചർച്ചുകളുടെ തകർന്ന മതിലുകളും ജനാലകളും ദ്വീപിൻ്റെ ശാന്തതയ്ക്ക് കൂടുതൽ ഗൗരവം നൽകുന്നു. ഇന്ന് റോസ് ഐലൻഡ് ഒരു ടൂറിസ്റ്റ് കേന്ദ്രം മാത്രമല്ല, അത് ബ്രിട്ടീഷ് ഭരണകാലത്തിൻ്റെ ഓർമ്മകളെ സംരക്ഷിക്കുന്ന ഒരു തുറന്ന മ്യൂസിയം പോലെയാണ്. ചരിത്രവും പ്രകൃതിയും ഒരുമിച്ച് അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് റോസ് ഐലൻഡ് ഒരു പ്രത്യേക അനുഭവമാണ്. ആൻഡമാനിലെ ഏറ്റവും വികസിത പ്രദേശമായി കണക്കാക്കപ്പെട്ടിരുന്ന ഈ ദ്വീപ് 1941 ഭൂചലനത്തിനും 2ാം ലോക മഹായുദ്ധത്തിൻ്റെ പ്രത്യാഘാതങ്ങൾക്കും ശേഷം പതുക്കെ ഉപേക്ഷിക്കപ്പെട്ടു. ഇന്ന് റോസ് ഐലൻഡിൽ കാണുന്നത് പൊളിഞ്ഞ പഴയ കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങളാണ്. വേരുകളും വള്ളികളും കെട്ടിടങ്ങളെ ചുറ്റിപ്പിടിച്ച നിലയിൽ. പ്രകൃതി തന്നെ ഈ ദ്വീപിനെ തിരികെ ഏറ്റെടുത്തതുപോലെ തോന്നും. പഴയ ജയിലുകളുടെ മതിലുകളും തകർന്ന വാതിലുകളും, ബ്രിട്ടീഷ് കാലത്തെ ചർച്ചുകളുടെ അവശിഷ്ടങ്ങളും ഭരണകൂട ഓഫീസുകളുടെ തകർച്ചകളും ദ്വീപിൻ്റെ ചരിത്രത്തെ നിശബ്ദമായി പറയുന്നുണ്ട്. റോസ് ഐലൻഡ് ഒരു ടൂറിസ്റ്റ് കേന്ദ്രം മാത്രമല്ല, ഒരു തുറന്ന ചരിത്ര മ്യൂസിയം പോലെയാണ്. അതേസമയം ചുറ്റുമുള്ള പച്ചപ്പും ശാന്തതയും മനസ്സിന് ആശ്വാസം നൽകും. ചരിത്രത്തോടൊപ്പം പ്രകൃതി സൗന്ദര്യവും
നമുക്കിതിൽ കാണാൻ കഴിയും. ദ്വീപിലെ ലൈറ്റ് ഹൗസ് കടൽ ഗതാഗതത്തിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ സ്ഥാപിച്ച ഒരു പ്രധാന ദീപസ്തംഭമാണ്. പുരാതന കാലം മുതൽ തന്നെ ഈ പ്രദേശം കപ്പൽ യാത്രകൾക്ക് പ്രസക്തമായിരുന്നുവെങ്കിലും രാത്രിയിലും കാഴ്ച കുറഞ്ഞ കാലാവസ്ഥയിലും കപ്പലുകൾക്ക് ദിശാനിർദ്ദേശം നൽകാനുള്ള ആവശ്യകത വർദ്ധിച്ചതോടെയാണ് ലൈറ്റ് ഹൗസിന്റെ നിർമ്മാണം ആരംഭിച്ചത്. ബ്രിട്ടീഷ് ഭരണകാലത്ത് കടൽ വ്യാപാരവും നാവിക ഗതാഗതവും ശക്തമായിരുന്ന സമയത്താണ് റോസ് ബേ ഐലൻഡ് ലൈറ്റ് ഹൗസ് സ്ഥാപിക്കപ്പെട്ടത്. സമുദ്രപാതകളിൽ ഉണ്ടാകാറുള്ള അപകടങ്ങൾ കുറയ്ക്കുക, കപ്പലുകൾക്ക് സുരക്ഷിതമായ വഴികാട്ടി നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ദീപസ്തംഭം പ്രവർത്തനം ആരംഭിച്ചത്. ആദ്യം എണ്ണവിളക്കുകളാണ് ഉപയോഗിച്ചിരുന്നതെങ്കിലും പിന്നീട് സാങ്കേതിക പുരോഗതിയോടെ വൈദ്യുത ലൈറ്റുകളിലേക്ക് മാറി. കാലക്രമേണ പല നവീകരണങ്ങളും ഈ ലൈറ്റ് ഹൗസിൽ നടപ്പാക്കി. ശക്തമായ കൊടുങ്കാറ്റുകളും കാലാവസ്ഥാ വ്യതിയാനങ്ങളും അതിജീവിച്ചുകൊണ്ട് ഇന്നും ഇത് കടൽ യാത്രികർക്ക് ഒരു വിശ്വസ്ത വഴികാട്ടിയായി നിലകൊള്ളുന്നു. റോസ് ബേ ഐലൻഡ് ലൈറ്റ് ഹൗസ് ഇന്ന് ചരിത്രത്തിന്റെയും സമുദ്ര സാംസ്കാരിക പൈതൃകത്തിന്റെയും പ്രതീകമായി കണക്കാക്കപ്പെടുന്നു. ആൻഡമാൻ ട്രിപ്പിലെ അവസാന ദിവസം, അതായത് 3-ാമത്തെ ദിവസം, ഞങ്ങൾ പോയത് സ്വർഗം പോലെ തോന്നിക്കുന്ന ഹാവ്ലോക്ക് ഐലൻഡിലേക്കാണ് കേട്ടോ. അത് ഒന്നും പറയാനില്ല. നേരം വെളുത്ത് ഏർലി മോർണിംഗ് തന്നെ ഞങ്ങൾ കപ്പൽ പിടിച്ചു. ഇതായിരുന്നു ഞങ്ങളുടെ കപ്പൽ. ഞങ്ങളുടെ എല്ലാ ടീമും കപ്പലിൽ ഡാൻസ് കളിച്ച് പാട്ടുപാടി അടിച്ച് പൊളിച്ച് ഫുഡൊക്കെ കഴിച്ച് എൻജോയ് ചെയ്ത് ഞങ്ങൾ നേരെ ഹാവ്ലോക്ക് ഐലൻഡിൽ എത്തി. ഭയങ്കര പീസ്ഫുൾ, കാം, നല്ല റിഫ്രഷിങ് ആയിട്ടുള്ള എയർ, ഒരു സൺസെറ്റ്, ഇതെല്ലാം കണ്ട് ഞങ്ങൾ ഹാപ്പി ആയിട്ട് അവിടുന്ന് തിരിച്ചു പോരാനുണ്ടായത്. അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ ഒരു വീഡിയോ പോലും ഷൂട്ട് ചെയ്തില്ല. പക്ഷേ മഴയും കൂടി ഉണ്ടായിരുന്നു. അപ്പം നല്ലൊരു ബോട്ട് യാത്രയും നല്ല ഫുഡും നല്ലൊരു റിലാക്സേഷൻ മൂഡായിരുന്നു നമുക്ക് ഹാവ്ലോക്ക് പോയത്. എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഹാവ്ലോക്ക് തന്നെയായിരുന്നു ഈ 3 ദിവസത്തെ ട്രാവലിൽ. അപ്പം ഇത്രയൊക്കെയാണ് ഞങ്ങളുടെ ആൻഡമാൻ ട്രിപ്പിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം എല്ലാവരും കമൻ്റൊക്കെ ചെയ്ത് അറിയിക്കുക. അപ്പം ശരി ട്ടാ, ബൈ ഗൈസ്.